വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കീമ പറാത്ത ആണ്. അപ്പോൾ ഇത് നമുക്ക് കീമ പൊറോട്ട, ചപ്പാത്തി എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പിന്നീട് ഒരു കറിയൊന്നും ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടിയാണ്. അപ്പോൾ ആട്ട എടുക്കുക, അല്ലെങ്കിൽ വീറ്റ് എടുത്തോളാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നേരിയ ചൂടുള്ള വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം ചൂടായി പോരുത് കേട്ടോ. നമുക്ക് കൈയിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലുള്ളൊരു ചൂടിൽ കുഴക്കുക. അപ്പോൾ പൊടി നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ. നമ്മൾ സാധാരണ തണുത്ത വെള്ളത്തിൽ കുഴക്കുന്നതിനേക്കാളും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അജ്വൈൻ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അജ്വൈൻ ഇടുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തിയോ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക, അല്ലാതെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ടൈറ്റൊന്നും അല്ല കേട്ടോ, കുറച്ച് സോഫ്റ്റ് ലൂസായിട്ട് തന്നെ ഞാൻ കുഴച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കുക. അപ്പോഴേ നമുക്ക് പത്തിരിയൊക്കെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ മാവ് ഇതുപോലെ ഉരുളകളാക്കി ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. ഇനി ഞാൻ ഇവിടെ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കീമ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഞാനിവിടെ മിൻസ്ഡ് ബീഫാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൻസ്ഡ് മട്ടനോ അതുപോലെ ചിക്കനോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു സവോള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് തന്നെ മുറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പച്ചമുളകൊക്കെ ഇടുമ്പോൾ ചെറുതായിട്ട് തന്നെ മുറിച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ പത്തിരി നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഇതൊക്കെ പുറത്തോട്ട് വരും. ഇനി ഞാൻ കുറച്ച് തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് ആദ്യം തന്നെ താളിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ബീഫൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കീമ ചേർത്ത് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം എന്നോട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കീമ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നാലേ നമുക്കത് പത്തിരിയുടെ ഉള്ളിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം വിട്ടുപോയതാണ്. അത് എങ്ങനെയോ ഡിലീറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഉള്ള റെസിപ്പി ഞാനിതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ കീമയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പാകത്തിന് ഇതൊന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് തണുക്കാൻ വെക്കണം. ഇതൊന്ന് തണുത്ത ശേഷം മാത്രമേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിപ്പോയാൽ ഒന്ന് തീ ഓഫ് ചെയ്തിട്ടിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കീമ ഇപ്പോൾ ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൻ്റെ ഉരുളയെടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചൊന്ന് റോളാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നല്ല കട്ടി ഉണ്ടായിരിക്കണം കേട്ടോ മാവ്, അല്ലെങ്കിൽ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആദ്യം തന്നെ നമുക്ക് കയ്യിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരെണ്ണം കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അതിനുശേഷം ഞാൻ ചെയ്യാം. കണ്ടോ, സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് എന്താ പറയുക തിന്നാക്കി കൊടുക്കുക. അപ്പോൾ നടുഭാഗം നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ നടുഭാഗം നമ്മൾ നേരിയതാക്കി ആദ്യം തന്നെ പരത്തിയെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് വരും, ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാവ് കുഴച്ചെടുക്കുന്ന സമയത്തും കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല ടൈറ്റിലാകുമ്പോൾ നമുക്കിതുപോലെ ആക്കിയെടുക്കാൻ പറ്റില്ല.
അപ്പോൾ ഇതാ ഇതിൻ്റെ സൈഡൊക്കെ നമുക്കിതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം നമുക്കത് പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പലകയിൽ വെച്ച് പരത്തുമ്പോഴും മെല്ലെ നന്നായിട്ട് പൊടിയിട്ടിട്ട് പരത്തി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫില്ലിങ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടോ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തവയിലിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് മറിച്ചിടുക, എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ചായയുടെ കൂടെയൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇതിന് പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്തത് ഒരു ചമ്മന്തിയും അതുപോലെ റായ്ത്ത ആണ്. റായ്ത്ത എന്ന് പറഞ്ഞ് പേര് കേട്ടിട്ട് മേടിക്കൊന്നും വേണ്ട, നമ്മുടെ തൈരിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. Thank you for watching Jasna's Kitchen.